ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലെ, അതായത് നമ്മുടെ പാരഡൈസ് ഫാമിൽ നിന്ന് ഒരാൾ പോവുകയാണ്. ഇവളെ നമ്മൾ പറഞ്ഞു വിടുവാണ്. കാരണം ഇവൾക്കിപ്പോൾ പാല് കുറഞ്ഞു, അവൾക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കെല്ലാം മനസ്സിലായിക്കണം അവളെ കൊണ്ടുപോവുകയാണെന്ന്. അങ്ങനെ അവളെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആള് വരും, അതുകൊണ്ട് നമ്മൾ പുറത്തോട്ടുകൊണ്ട് കെട്ടുവാണ്. ഇതിപ്പോ ഇവൾക്ക് പാല് കുറഞ്ഞായിരുന്നു, അങ്ങനെ പാല് നന്നായി കുറഞ്ഞു. പിന്നെ എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ ആദ്യത്തെ പേരിന് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത് നമ്മളെ വീട്ടിൽ വന്നതിന് ശേഷം 6 പ്രാവശ്യം പ്രസവിച്ചു. അപ്പോൾ ഇതിപ്പോ ഫുള്ള് 7 പ്രാവശ്യം പ്രസവിച്ച പശുവാണ്. അപ്പൊ ഇതിനിപ്പോ എണീക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്, കിടന്നിട്ട് എണീക്കാനും. ഇനിയിപ്പോ തന്നെ ഇനി നമ്മളിപ്പോൾ ചെന പിടിപ്പിച്ചാലും ഇനിയും ഭയങ്കര പാടായിരിക്കും ഇതിന് എണീക്കാനും എല്ലാത്തിനുമൊക്കെ. അപ്പോൾ പാല് നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മളിവളെ കൊടുക്കാനായി തീരുമാനിച്ചു. ഇവളെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആള് വരും. കൊടുത്തിട്ട് നല്ലൊരു പശുവിനെ അടുത്തിനി നമുക്ക് വാങ്ങിക്കണം. അങ്ങനെ അവളതാ യാത്രയായി. അപ്പോൾ ഇനി പുതിയൊരു അതിഥി നമ്മുടെ ഫാമിലേക്ക് വരും. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഇതിപ്പോൾ കുറച്ച് നാളായി. ഇത് വാങ്ങിയത് കർണാടക ചിന്താമണി എന്നാണ് വാങ്ങിയത്. അങ്ങനെ നമ്മളിത് ചിന്താമണിന്ന് കൊണ്ടുവന്ന്, കർണാടക ചിന്താമണിന്ന് കൊണ്ടുവന്ന് നമ്മുടെ പശുവാണ്. ഇതാ പോകുന്നു. അപ്പൊ ഇതിന്റെ വണ്ടി വരും, കൊണ്ടുപോകാനുള്ള വണ്ടി വരും. അങ്ങനെ ഒരുപാട് രാത്രിയായി അവളെ കൊണ്ടുപോകാൻ വന്നപ്പോൾ. കാരണം ഇതിനിടയ്ക്ക് വലിയൊരു മഴയൊക്കെ പെയ്തു. ഒരു മരം വരുന്ന റോഡിന് സൈഡിലും വീണായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ എടുത്തു മാറ്റിയതിന് ശേഷമാണ് വണ്ടി വന്നത്. ആ വണ്ടി നിൽക്കുന്ന വണ്ടി നമ്മളെയല്ല, വേറൊരു പശുവാണത്. അവർ വേറെ എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടുന്ന പശു. അതിനൊപ്പം നമ്മുടെ പശു അതാ കയറിപ്പോണു. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ വേറൊരു വീഡിയോ നമ്മൾ വീണ്ടും വരും. ബൈ.